പൊതുവെ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകളുടെ ശത്രു എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ പറയുന്ന നടിയെ ആക്രമിച്ച കേസിലും പലപ്പോഴും ഈ ഇരയാക്കപ്പെട്ട സ്ത്രീക്ക് എതിരെ നിന്നത് സ്ത്രീകൾ തന്നെയാണ്. പലരും കാലുമാറി മൊഴി മാറ്റി അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്ത്രീകൾ തന്നെ സ്ത്രീകളുടെ ശത്രുവായി മാറുന്ന ഒരു രീതി നമ്മൾ പൊതുവെ കാണാറുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലും വിഷയം കത്തിക്കേറി നിന്ന സമയത്തും നമ്മളെപ്പോഴും ഇരയാക്കപ്പെട്ടവരുടെ കൂടെ നിൽക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. കാരണം അവർക്ക് നീതി വേണമല്ലോ. ആ നീതിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതും അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ എല്ലാവരും കൊടുക്കുന്നത്. അപ്പോഴും അവിടെ ഒരു സ്ത്രീ ഈ ഇരയ്ക്കെതിരെ നിന്നു, അതായത് ശ്രീനാദേവി കുഞ്ഞമ്മ. ഇപ്പം മുന്നോട്ട് കുറേ കാര്യങ്ങൾ അന്ന് രാഹുലിനൊപ്പമാണ് ശരി, ഓക്കെ, സപ്പോർട്ട് ചെയ്യാം. ഇപ്പം എനിക്ക് വേണേലും ആരെ വേണേലും സപ്പോർട്ട് ചെയ്യാം. പക്ഷേ ആ സപ്പോർട്ടിനൊപ്പം തന്നെ ഈ അതിജീവിതയെ അല്ലെങ്കിൽ ഈ ഒരു സ്ത്രീയെ അപമാനിക്കുകയും അവരുടെ ഐഡന്റിറ്റി പുറത്തു വിടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ ശ്രീനാദേവിക്കെതിരെ ഈ അതിജീവിത പരാതി കൊടുത്തിട്ടുണ്ട്. ആ രീതിയിൽ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യം, അതായത് സ്ത്രീ തന്നെയല്ലേ സ്ത്രീയുടെ ശത്രു എന്ന്, ആ ഒരു സംഭവം ശരിയല്ലേ യഥാർത്ഥത്തിൽ? തീർച്ചയായിട്ടും. ഈ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ഒരു ട്രാക്ക് പരിശോധിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരിപ്പോൾ അങ്ങനെ ഒരു പരാമർശം നടത്തേണ്ട ആവശ്യമില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, നായായി ജനിച്ചാൽ കുരയ്ക്കണം എന്നാണ്. അപ്പോൾ എന്ന് പറയുന്ന പോലെ കോൺഗ്രസിൽ കയറി ശ്രീനാദേവി കുഞ്ഞമ്മ കോൺഗ്രസിലേക്ക് കയറി. അപ്പോൾ ആ കോൺഗ്രസിലുള്ള ഇനി ഏത് വലിയ തമ്പുരാനെ കണ്ടാലും വാലാട്ടി കാണിക്കുകയും സ്നേഹം പ്രകടിപ്പിക്കുകയും വേണം. അത് അവരുടെ ഒരു സ്വാഭാവികമായ നേച്ചറാണ്. അതിനിപ്പോൾ എത്ര ക്രൂരകൃത്യം ചെയ്ത ഒരാളാണെങ്കിലും അയാളെ ന്യായീകരിക്കേണ്ടത് ഉത്തമയായ ഒരു പാർട്ടി രാഷ്ട്രീയ പ്രവർത്തകയുടെ ഉത്തരവാദിത്തമാണ്. പക്ഷെ അത് ന്യായീകരിക്കുന്ന സമയത്ത് പുള്ളിക്കാരി കോൺഗ്രസിലോട്ട് പോയിട്ടില്ല. അന്നും സി പി ഐ പാർട്ടിക്കൊപ്പം തന്നെ. അന്ന് വേറൊരു കാര്യമുണ്ട്, അന്ന് സി പി ഐക്കെതിരെ ചിറ്റയം ഗോപകുമാർ എന്തോ പരാമർശം നടത്തിയ സമയത്ത് അതിനെ സ്ത്രീ വിരുദ്ധത എന്ന് പറഞ്ഞു. സ്ത്രീ വിരുദ്ധതയാണ്. അപ്പൊ ഈ പറയുന്ന ശ്രീനാദേവി കുഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുവാ? സ്ത്രീ വിരുദ്ധതയല്ലേ? അത് പച്ചയ്ക്ക് സ്ത്രീ വിരുദ്ധതയല്ലേ പറയുന്നത്? അന്ന് വൈദ്യൻ ഇച്ഛിച്ചതും രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല് എന്ന് മാത്രമാണ് ഫേസ്ബുക്കിലൂടെ ചിറ്റയം ഗോപകുമാർ എഴുതിയത്. അപ്പൊ അതിനെതിരെ പറഞ്ഞത് സ്ത്രീ വിരുദ്ധ പരാമർശമാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ പറയുന്ന ഒരു അതിജീവതയെ കുറിച്ച് മോശമായി പറയുകയും ഇതിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന കേരളം കണ്ടതിൽ ഏറ്റവും വലിയ സൈക്കോപാത്തിനെ ഈ പറയുന്ന വെളുപ്പിക്കുകയും ചെയ്യുന്നത് സ്ത്രീ വിരുദ്ധത അല്ലേ എന്നാണ് എന്റെ ചോദ്യം. ഇവിടെ കുറെ അധികം സൈക്കോപാത്തുകളുണ്ട്. അവരെല്ലാം സൈക്കോപാത്താണെന്ന് എന്റെ അഭിപ്രായം. ഇതൊരു ഒരു സ്ത്രീ തന്നെ അവരെല്ലാം സൈക്കോപാത്ത. ഇപ്പൊ രാഹുൽ ഈശ്വർ ആണെങ്കിലും അതൊരു സൈക്കോപാത്താണ്. ഇപ്പൊ ശ്രീനാദേവി കുഞ്ഞമ്മയാണെങ്കിലും ഈ പറയുന്ന പോലെ സൈക്കോപാത്താണ്. അവർ അതുവരെ ഇപ്പം അവരുടെ കൂട്ടത്തിലുള്ള അവിടുത്തെ പത്തനംതിട്ട DCC വൈസ് പ്രസിഡന്റ് തന്നെ പറഞ്ഞിരിക്കും, വെള്ളം കുടിച്ച് മരിച്ചാൽ ഭാഗ്യം എന്നാണ് ശ്രീനാദേവി കുഞ്ഞമ്മയെ കുറിച്ച് നടത്തിയിരിക്കുന്ന പരാമർശം. ഈ രീതിയിൽ വനിതാ നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ വനിതകളായ അതിജീവിതന്മാർക്കെതിരെ ഈ രീതിയിലുള്ള പരാമർശം നടത്തിക്കൊണ്ടിരുന്ന ഒരു സ്ത്രീ വെള്ളം കുടിച്ച് മരിച്ചാൽ ഭാഗ്യം എന്ന് അവിടുത്തെ DCC ഉപാധ്യക്ഷൻ പോലും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ? അവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് പോലും താല്പര്യമില്ല ഈ വിഷയത്തില്. അതായത് രാഹുൽ മാങ്കൂട്ടം കാണിച്ച് അതിന് പല നേതാക്കന്മാരും, വനിതാ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി പോലും അതിനെ ഘോരം വിമർശിച്ചിട്ടുണ്ട്. ഒരു ലേഡിയാണ്, അവര് പോലും അതിനെ വിമർശിച്ചിട്ടുണ്ട്. ശ്രീനാദേവി കുഞ്ഞമ്മ ചെയ്ത ഈ പറയുന്ന അഹമ്മദി എന്ന് പറയും. എന്നിട്ട് ഇതെന്ത് കുലസ്ത്രീ കളിക്കുകയാണ്? എനിക്കറിയാൻ വേണ്ടിയിരിക്കുകയാണ്. കുടുംബത്തിൽ പറഞ്ഞ സ്ത്രീകൾ, കുടുംബത്തിന്റെ വിവാഹിതരായ സ്ത്രീകൾ കുടുംബത്തിന്റെ കാര്യം നോക്കി ജീവിക്കണം എന്നൊക്കെയാണ് അഭിപ്രായം. അപ്പം വിവാഹിതരായ സ്ത്രീകൾ ശരിയാ കുടുംബത്തിന്റെ കാര്യം നോക്കി ജീവിക്കണം. അവരെ ഇവിടെ ഇല്ലായ്മ ചെയ്യുകയും അവർക്കെതിരെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയാ കയറി കൂടിയത്? അവിടെ ഇവരാരെങ്കിലും വിളിച്ചു കയറ്റിയതാണോ വീട്ടിലേക്ക്? ഈ പറയുന്ന അതിജീവിതന്മാർ ആരെങ്കിലും വിളിച്ചു കയറ്റിയതാണോ? അവരുടെ കുടുംബത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. കടന്നു ചെന്നുകൊണ്ട് അവരുടെ കുടുംബത്തിലുണ്ടാകുന്ന ഒരു ചെറിയ സ്പ്ലിറ്റിനെ അല്ലെങ്കിൽ അവർ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു ചെറിയ തർക്കത്തെ ഒരു മധ്യസ്ഥൻ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് പരിഹരിക്കുന്നതിന് പകരം അതിനെ ഊതിപ്പെരുപ്പിച്ച് വഷളാക്കുകയും തുടർന്ന് ആ കിട്ടിയ ഗ്യാപ്പിലൂടെ ഭർത്താവിനെ പരമാവധി അകറ്റാൻ ശ്രമിക്കുകയും ചെയ്തു അവരിൽ നിന്ന്. അതാണ് ഇതിന്റെ ഒരു സൈക്കോപാത്തിന്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു മോഡസ് ഓപ്പറാൻഡി. അപ്പോൾ അങ്ങനെ അകറ്റാൻ ശ്രമിക്കുകയും ചെയ്തതിനു ശേഷം അവരുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കുന്നു. ഒരു കെയറേറ്റർ എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ മാറുകയും അതിൽ നിന്നുകൊണ്ട് ഇവരെ ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ പലരും ചോദിക്കുന്ന ചോദ്യമുണ്ട്, പീഡനം 21 തവണ പീഡിപ്പിച്ചു. ഇപ്പൊ ഒരു ശരിക്കും ഇതിനകത്തൊരു ന്യായം ഒരു സ്ത്രീ എന്ന ഒരു പെണ്ണിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടത് ഒരു കെയർ ആണ്, ഒരു സ്നേഹമാണ് എന്നൊക്കെ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇത് കൊടുത്തുകൊണ്ട് ചില വിവാഹിതയായിരിക്കാം, ഭർത്താവുമായി പിണങ്ങിയിരിക്കുന്നവരായിരിക്കാം, ആരും ആയിക്കോളാം. അപ്പൊ അവിടെ എങ്ങനെ കെയറും സ്നേഹവും എല്ലാം കൊടുത്ത് അവരുമായി ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്.
ആ ബന്ധം സ്ഥാപിച്ചെടുത്ത് ആദ്യം തനിക്ക് എന്താണോ ആവശ്യമുള്ളത് അത് നടത്തി കഴിയുന്നു. അത് നടത്തി കഴിഞ്ഞാൽ പിന്നെ ഇദ്ദേഹം അകന്നു തുടങ്ങുക ചെയ്യുന്നത്. ഈ പൊതുവെ ഒരു മോഡസ് ഓപ്പറാണ്ടി അങ്ങനെയാണ് ഈ സൈക്കോപാത്തിന്റെ. അപ്പം ഇവരിൽ നിന്ന് അകന്നു തുടങ്ങി കഴിയുമ്പോൾ ഇവർ ഫോണിൽ വിളിച്ചാൽ പോലും ഫോൺ എടുക്കാത്തൊരവസ്ഥ. അങ്ങനെ മൊത്തത്തിൽ ഇവരെ പതുക്കെ അവോയ്ഡ് ചെയ്യുന്നു. വീണ്ടും കുറച്ചു നാളൂടെ കഴിയുമ്പോഴേക്ക് വീണ്ടും ഈ അകൽച്ച അങ്ങ് കൂടുകയാണ്. അകൽച്ച കൂടിയിട്ട് പിന്നെ ഇവരെ ഇങ്ങനെ ഒരാളെ അറിയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. പിന്നെ തനിക്ക് ആവശ്യമുള്ള സാഹചര്യങ്ങളിൽ മാത്രം ആ പെണ്ണിന്റെ ശരീരം മാത്രം മതി, അല്ല വേറൊന്നും ആവശ്യമില്ല എന്ന് പറയുന്ന തരത്തിലേക്ക് ഇയാൾ മാറുകയും പിന്നീട് ഈ പെൺകുട്ടി ഗർഭിണിയായ സമയത്ത് അത് തന്റെ തലയിലേക്ക് വരുമെന്നുള്ള ഭയം കൊണ്ട് ഈ ഗർഭം തന്റേതല്ല എന്നും മറ്റാരിൽ നിന്നോ ഈ പെൺകുട്ടിക്ക് ലഭിച്ചതാണ് എന്ന തരത്തിലുള്ള പരാമർശം നടത്തുന്നു. എന്നിട്ട് തന്നെയുമല്ല ഈ പെൺകുട്ടിയെ തന്റെ ഇംഗിതത്തിന് കിട്ടാത്ത സമയങ്ങളിൽ, കാര്യം ഒരു പെണ്ണിന്റെ ജീവിതത്തിൽ നിന്ന് അയാൾ അകന്നു തുടങ്ങുമ്പോൾ പെണ്ണ് സ്വാഭാവികമായിട്ട് ചിന്തിക്കും, ആദ്യം ഈ പെണ്ണ് എന്തുകൊണ്ട് അയാളുമായി അടുപ്പത്തിലാവുകയും ഈ പറയുന്ന ഒരു ബന്ധത്തിന് തയ്യാറാവുകയും ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഇഷ്ടവും സ്നേഹവും കരുതലും കെയറും ഒക്കെ മനസ്സിലാക്കിയിട്ടാണ്. അല്ലാതെ വഴിയെ പോകുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് തന്നെ ഇഷ്ടപ്പെടാത്ത, തന്നെ സ്നേഹിക്കാത്ത, താനുമായിട്ട് യാതൊരു അടുപ്പവും ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടി എന്തിനാണ് ഒരു പെൺകുട്ടി വഴങ്ങി കൊടുക്കുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ്, ഇതൊക്കെ അയാൾ കൊടുക്കുന്നതുകൊണ്ടാണ് ആ പെൺകുട്ടി അങ്ങനെ തയ്യാറാവുന്നത്. അപ്പൊ അതിനുശേഷം ആ സ്വകാര്യ നിമിഷങ്ങൾ തനിക്ക് മാത്രം കാണാൻ എന്നുള്ള വ്യാജേന അത് സൂക്ഷിച്ചു വെക്കുക, അത് തന്റെ മൊബൈൽ ഫോണിൽ വെക്കുക. അതിനുശേഷം ഈ മൊബൈൽ ഫോണിൽ ആ സ്വകാര്യ ചിത്രങ്ങൾ തന്റെ മൊബൈൽ ഫോണിൽ കൊണ്ടു നടക്കുകയും ആ പെൺകുട്ടി വിസമ്മതം പ്രകടിപ്പിക്കുന്ന സമയത്ത് ഇത് കാട്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്യുക. ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തന്റെ കാര്യം വീണ്ടും വീണ്ടും സാധിച്ചുകൊണ്ടേയിരിക്കുക. ഇതാണ് ശരിക്കും ഈ സൈക്കോപാത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിട്ടുള്ള ഒരു ഏറ്റവും വലിയ ക്രിമിനൽ പ്രവൃത്തി, ക്രിമിനൽ ഒഫൻസ് എന്ന് പറയാം. ഇതാണ് നടത്തിക്കൊണ്ടിരുന്ന ഒരു പ്രവൃത്തി. അത് തെറ്റല്ലേ? അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് ഇതിനെല്ലാം പീഡനത്തിന്റെ ഗണത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നത്? അത് പെണ്ണിന്റെ സമ്മതത്തോടു കൂടിയല്ല, പെണ്ണിനെ നിർബന്ധിച്ചിട്ടാണ്, പ്രലോഭനം നടത്തിയിട്ടാണ്, വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നടത്തിയിട്ടാണ്, എന്റെ ഒരു കുട്ടി നിന്നിൽ ഉണ്ടാവണം എന്ന് അവളോട് പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ടാണ്. ഇത് സ്വാഭാവികമായി ഒരു പെണ്ണ് അനുഭവിക്കുന്ന ഒരു ട്രോമയിലേക്ക് ഇതിനെ തള്ളിവിടുന്ന ഒരവസ്ഥയിലേക്ക് പോകും. ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത ഏറ്റവും വലിയ ചതി. അപ്പം പൂർണ്ണമായും ഈ അതിജീവിതമാരെ കുറ്റം പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. സ്വാഭാവികമെന്നാണ്. ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഈ പറയുന്ന പോലെ മറ്റൊരു റിലേഷൻഷിപ്പ് സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അത്ര വലിയ പുതുമയുള്ള കാര്യമായിട്ടൊന്നും ഇന്നത്തെ തലമുറ ആരും കാണുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അതുകൊണ്ട് തന്നെയല്ല ഇയാൾ വിവാഹ വാഗ്ദാനം കൊടുത്തു. അതാണ് ഇതിനകത്തിലെ ഏറ്റവും ഹൈലൈറ്റ്. എല്ലാവരോടും പ്രേമമായിരുന്നു. പ്രേമിക്ക് വിവാഹം കഴിക്കാന്ന് പറയുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് അവരും കരുതുന്നത് എന്താ, കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരൻ, കൊള്ളാവുന്ന ഒരു ഫാമിലി, അവരുടെ അമ്മയൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ പാവം പിടിച്ച ഒരു ഫാമിലി. അപ്പം നല്ലൊരു ഫാമിലിയാണ്, അത്യാവശ്യം സമ്പത്തുണ്ട്, അതോടൊപ്പം തന്നെ ഒരു അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഏത് സമയത്തും, ഇപ്പം വെള്ളിമുങ്ങയിലൊക്കെ പറയുന്ന പോലെ രാഷ്ട്രീയത്തിൽ ഏത് സമയത്തും മേലോട്ട് കയറി വരാൻ സാധ്യതയുള്ള ഒരു നേതാവ്, നാളെ മന്ത്രി വരെ ആകാൻ സാധ്യതയുള്ള ഒരു നേതാവ്. സ്വാഭാവികമെന്നാണ് ഏതൊരു പെൺകുട്ടിയും അതിൽ ആകൃഷ്ടയാവും. അങ്ങനെയുള്ള ഒരാളെ തന്നെ വിവാഹം കഴിക്കാമെന്ന് ഇങ്ങോട്ട് പറയുമ്പോഴാണ് പെൺകുട്ടികൾക്കൊരു മതിപ്പ് തോന്നുന്നത്. സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്ന ഒരു കാര്യം പെൺകുട്ടികൾക്ക് സ്നേഹം കിട്ടാതിരിക്കുന്നവരാണല്ലോ എല്ലാം ഈ മൊത്തം ഫാമിലി ആയിട്ട് ജീവിച്ചിരുന്ന ആൾക്കാർ. അതെ, അവര് ഫാമിലിയിൽ ഉണ്ടാകുന്ന ചില ആശയക്കുഴപ്പങ്ങൾ ഇത്തരത്തിലുള്ള വിഷവിത്തുകളെ ഉപയോഗിച്ചുകൊണ്ട് നീക്കം ചെയ്യാനോ അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനോ ശ്രമിക്കുമ്പോൾ അയാൾ ചെയ്യുന്നത് എന്താണെന്നുള്ളത് ശരിക്കും നോക്കിക്കാണുക എന്നുള്ളതാണ്. ഇപ്പൊ പുറത്തുനിന്നുള്ള ഒരു രാഷ്ട്രീയ നേതാവാണെങ്കിലും അതല്ല വേറെ ഏതെങ്കിലും ഒരു അമ്മാവനാണെങ്കിൽ പോലും ഒരു ഫാമിലി പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ അയാൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് എന്ന് നിരീക്ഷിക്കണം. ഈ പറയുന്ന പോലെ തന്നെയും ഭർത്താവിനെയും വീണ്ടും വീണ്ടും തെറ്റിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ ഒരിക്കലും അടുപ്പിക്കരുത്. അത് രാഹുൽ ഇനിയുള്ള പെൺകുട്ടികൾ പഠിക്കേണ്ട ഒരു പാഠം അതാണ്. അവിടെ എല്ലാം ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അത്തരക്കാരിലെല്ലാം ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ എപ്പോഴും ഒരു സ്റ്റെബിലിറ്റിയോടുകൂടി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, അതുകൊണ്ട് ഈ പെണ്ണുങ്ങളെല്ലാം മോശമാണ് എന്ന തരത്തിലുള്ള പരാമർശം തെറ്റാണ്. അങ്ങനെ ഒരു പരാമർശം ശ്രീനാദേവി കുഞ്ഞമ്മയല്ല, ഇനി സാക്ഷാൽ ദൈവം തമ്പുരാൻ എന്ന് പറഞ്ഞാലും അത് തെറ്റ് തന്നെയാണ്. അല്ലെങ്കിൽ തന്നെ ശ്രീനാദേവി കുഞ്ഞമ്മ ഒരു സ്ത്രീ അല്ലേ? അതാ ഞാൻ ചോദിച്ചത്, ഒരു സ്ത്രീ തന്നെയല്ലേ ഇപ്പൊ സ്ത്രീയുടെ ശത്രുവായിട്ട് നിൽക്കുന്നത്? അതാ പറയുന്നത്. ഇവിടെ നമ്മൾ ശോഭാ ജോണിനെ അടക്കം എടുത്ത് പരിശോധിക്കുമ്പോഴും നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള പീഡന കഥകളുടെ എല്ലാം പിന്നിൽ ഒരു യുവ സ്ത്രീ ഉണ്ടായിരിക്കുന്നു. കിളിരൂർ കേസ് എങ്ങനെ ഉണ്ടായി? കിളിരൂർ കേസ് ഉണ്ടാകുന്ന സമയത്തും ആ പെൺകുട്ടിയെ കുറേയധികം ആൾക്കാർക്ക് കൊണ്ട് കാഴ്ചവെച്ച ഒരു സ്ത്രീയല്ലേ? അവിടെയും ഒരു സ്ത്രീയുണ്ട്. സൂര്യനെല്ലി കേസിനകത്ത് ഒരു സ്ത്രീയുണ്ട്. അപ്പം ബിദുര കേസിൽ ഒരു സ്ത്രീയുണ്ട്. അപ്പൊ എല്ലാ കേസുകളിലും നമ്മൾ നോക്കുമ്പോൾ ഒരു സ്ത്രീയുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രതീകമായി ശ്രീനാദേവി കുഞ്ഞമ്മ മാറുന്നുണ്ടോ എന്നുള്ളതാണ് എന്റെ സംശയം ഈ രീതിയിൽ. പിന്നെ ഞാൻ നേരത്തെ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ച പോലെ നമ്മളൊരു വേഷം കെട്ടിക്കഴിഞ്ഞാൽ ആ വേഷത്തിനനുസരിച്ച് പെരുമാറണം.
ആണ്. ഇപ്പം കോമാളിയുടെ വേഷം കെട്ടിക്കൊണ്ട് അവിടെ പിന്നെ വലിയ വായിൽ നല്ല വർത്താനം സംസാരിക്കാൻ നിൽക്കരുത്. കോമാളിയുടെ വേഷം കെട്ടിക്കഴിഞ്ഞാൽ കോമാളിയായി ചിരിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ ഒരു വേഷം കെട്ടിയത് കൊണ്ടാണ് CPI എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നത്. ഇപ്പൊ AP ജയൻ എന്ന് പറയുന്ന ഒരാള് അവിടുത്തെ CPIയുടെ തലമുതിർന്ന നേതാവാണ്. ശ്രീനാദേവി കുഞ്ഞമ്മയെ ശരിക്കും എനിക്ക് തോന്നുന്നു കൊണ്ടുവന്ന് എനിക്ക് പാർട്ടിയിലേക്ക് CPIയിലേക്ക് കൊണ്ടുവരുന്ന ഈ AP ജയൻ എന്ന് പറയുന്ന ഒരാളാണ്, വലിയ സപ്പോർട്ട് കൊടുത്ത ഒരാളാണ്. അപ്പൊ ഈ AP ജയനെതിരെ പോലും പാരപണിഞ്ഞല്ലേ? അല്ലെ, എന്തായിരുന്നു ആ കേസ്? പിന്നെ ഫാം എന്തോ അല്ല, അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചുകൊണ്ട് ഫാം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ കേസ് ഈ ശ്രീനാദേവി കുഞ്ഞമ്മ ഈ AP ജയനെതിരെ കൊടുത്തു. അതിലെ പണി കിട്ടിയത് ആർക്കാ? അതിൽ പണി കിട്ടിയത് ഈ പറയുന്ന ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് തന്നെയല്ലേ പണി കിട്ടിയത്? പ്രത്യേക അന്വേഷണ കമ്മീഷനൊക്കെ വന്ന് കേസ് അന്വേഷണമൊക്കെ നടന്നിരുന്നു. പാർട്ടിയില് അന്വേഷണം, പാർട്ടി തലത്തില് അന്വേഷണമൊക്കെ നടന്നു. പക്ഷെ അവസാനം കേസൊക്കെ ഈ രീതിയിലായി. പിന്നെ ഈ പറയുന്ന പാർട്ടി നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. അതിനിടയിലാണ് രാഹുലിനെ സപ്പോർട്ട് ചെയ്തോണ്ട് അതോടുകൂടിയിട്ട് പാർട്ടി അടിച്ചങ്ങ് പുറത്തു. പിന്നല്ലാതെ പിന്നെ അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ഇപ്പൊ ഈ ഇടതുപക്ഷം ഒരു നിലപാടെടുത്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ ഇടതുപക്ഷത്തിന്റെ സർക്കാർ CPI കൂടി നിൽക്കുന്ന ഒരു സർക്കാർ ഒരു SIT പോലെ ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുന്നു. ഇവിടെ രാഹുൽ മാങ്കൂട്ടം കുറ്റക്കാരനാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആ അന്വേഷണ ഏജൻസിയുടെ ഉത്തരവാദിത്വം. അങ്ങനെ ആ അന്വേഷണമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് പെട്ടെന്ന് ശ്രീനാദേവി കുഞ്ഞമ്മ വന്നിട്ട് ആ CPI നിന്നുകൊണ്ട് തന്നെ പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിശുദ്ധനായ പാവയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആർക്കാ സൂഹിക്കുക? പാർട്ടി നടപടി എടുത്തല്ലേ പറ്റൂ. ഇപ്പൊ നാളെ ഒരു ദിവസം പിണറായി വിജയൻ വന്ന് നിന്നുകൊണ്ടും ഒരു വേദിയിൽ സംസാരിക്കുകയാണ്, അവൻ പാവപ്പെട്ടവനാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. നാളെ പിണറായി വിജയൻ സാക്ഷാൽ പിണറായി വിജയൻ ഇറങ്ങി വന്നൊരു വേദിയിൽ പ്രസംഗിച്ചാലും ജനം കൂവും കല്ലെറി ഉറപ്പാണ്. കാരണം ജനത്തിന് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. ആ സമയത്ത് ഇനി സാക്ഷാൽ പിണറായി വിജയൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പാർട്ടിയിൽ നിന്ന് വേണമെങ്കിൽ പിണറായി വിജയനെ പുറത്താക്കും. അതാണ് ജനകീയ അടിത്തറ എന്ന് പറഞ്ഞാൽ. അതാണ് ജനകീയമാവുന്ന. അങ്ങനെയാണ് ജനങ്ങൾ കൂടുതൽ ചിന്തിക്കുന്നിടത്തേക്ക് തന്നെ നമ്മൾ പോകുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ രാഹുൽ മാങ്കൂട്ടം ചെയ്ത തെറ്റ് അങ്ങേറ്റത് തെറ്റാ. അവൻ തെറ്റുകാരനല്ലെങ്കിൽ എന്തിനാണ് ഹോട്ടലിലേക്ക് 408 അങ്ങനെ എന്തോ ഒരു മുറിയിലേക്ക് അവൻ എന്തിനാ സ്ത്രീയുടെ ഒപ്പം താമസിച്ചത്? ഇവൻ എന്തിനാണ് ഇവന്റെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും എന്താ ഇവർക്ക് കൊടുക്കാതിരിക്കുന്ന അന്വേഷണ സംഘത്തിന്? അത് വിട്ടുകൊടുക്കുന്നില്ല, അത് വിട്ടുകൊടുക്കണം. അപ്പോഴാണ് ഇനി ഞാൻ നേരത്തെ ഇതിന് പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്, 1 അല്ല 10 അല്ല 100 അല്ല എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഇതിനകത്ത്. ഇവന്റെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും എന്തുകൊണ്ടാണ് ഇവൻ കൊടുക്കാൻ ഇപ്പോഴും വിസമ്മതിക്കുന്നത്? എന്തുകൊണ്ടാണ്? ഇവൻ എവിടെയാണ് ഇത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? അപ്പൊ ഈ സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ശ്രീനാദേവി കുഞ്ഞമ്മയുടെ അടക്കം മുഖം അടച്ചു പോകും, അടച്ചു പോകും, മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോ ഇവന്റെ ലാപ്ടോപ്പിനകത്ത് ഇനി എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്ന് റിട്രീവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വേറെ ഇനിയും കിട്ടുമോ എന്നുള്ളതാണ്. ആരുടെയൊക്കെ സംശയിക്കണം, വേറെ ആരുടെയൊക്കെ ചിത്രങ്ങൾ ഇവൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. മൊബൈൽ ഫോണിൽ ആരുടെയൊക്കെ വീഡിയോ ദൃശ്യങ്ങളുണ്ട്. പല മുഖംമൂടികൾ ഒഴിഞ്ഞു വീഴുന്നേ, പല പരാതികൾ ഇനി ഉയർന്നു വരാൻ കിടക്കുന്നതേ ഉള്ളൂ. അപ്പം ഇവര് പലരും മുഖം രക്ഷിക്കാൻ വേണ്ടി ഇനി പരാതി കൊടുക്കും. ഈ ലാപ്ടോപ്പിനകത്ത് ഇനി ആരുടെയൊക്കെ ദൃശ്യങ്ങളുണ്ടെന്നോ ആരുടെയൊക്കെ ഫോട്ടോകളുണ്ടെന്നോ ആ ഫോട്ടോകളൊക്കെ ഏത് തരത്തിലുള്ളതാണെന്നോ ഇനിയും വേറെ ഏതെങ്കിലും തരത്തിൽ ഈ പെൺകുട്ടികളുടെ ചിത്രങ്ങളോ വീഡിയോകളോ വല്ലതും എടുത്തിട്ട് ഇനി വേറെ ഏതെങ്കിലും തരത്തിൽ മിസ്യൂസ് ചെയ്തിട്ടുണ്ടോ എന്നാണ് അന്വേഷിക്കണം. കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ സ്ത്രീകളുടെ ശരീരമാണ്. സ്ത്രീകളുടെ നഗ്നതയാണ് ഇന്ന് ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ പറയുന്ന നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പിന്നെ വെബ് സീരീസുകൾ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിന് വലിയൊരു പ്രചാരം കിട്ടുന്നു. അതോടൊപ്പം തന്നെ പോൺ സൈറ്റുകൾ ഇവിടെ ധാരാളമായി ഉണ്ട്. അപ്പൊ ഇങ്ങനെ തുടങ്ങിയ നിരവധി കാര്യങ്ങളിലൂടെ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ സ്ത്രീകളെയാണ് ഇവിടെ വിറ്റഴിക്കപ്പെടുന്നത്. ഇപ്പൊ ഇപ്പൊ അങ്ങനെ നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ സിനിമയാണെങ്കിലും സീരിയലാണെങ്കിലും എന്തിപ്പം ഏത് മേഖല നമ്മൾ എടുത്താലും അവിടെ എല്ലാം വിറ്റഴിക്കപ്പെടുന്ന ഒന്നാണ് സ്ത്രീ ശരീരം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇവൻ ഇനി വേറെ ഏതെങ്കിലും കുൽസിത് ഇതിനകത്ത് കൂടെ നടത്തിക്കോ, അതിന് പറ്റിയ ടീമുകൾ അവന്റെ പിന്നിലുണ്ട് ഇതിനെല്ലാം നടത്താൻ. ഇനി ഇതുവഴി ഇവർ ഫണ്ട് റൈസിങ് ഇവൻ നടത്തിയിട്ടുണ്ടോ? ഇതെല്ലാം അന്വേഷണത്തിന്റെ പാതയിൽ വരും. അപ്പൊ ഇവന്റെ ലാപ്ടോപ്പ് ഇട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം ചിലപ്പോൾ കുടുങ്ങാനുള്ള സാധ്യത, വീണ്ടും കുടുങ്ങാനുള്ള, അതായത് കുടുക്കിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ ഒളിച്ചും പാത്തും ഈ ലാപ്ടോപ്പ് മാറ്റി വെച്ചിരിക്കുന്നത്. ഇനിയിപ്പം വേറൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഫെനിനൈനാൻ്റെ കൊടുത്തിട്ട് ഇടാൻ മോനെ ഇതെല്ലാം നീ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൽ നിന്ന് റിട്രീവ് ചെയ്തെടുക്കാനുള്ള സാങ്കേതിക വിദ്യ ഇന്ന് കേരള പോലീസിന്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിലും അവൻ രക്ഷപ്പെടാൻ പറ്റില്ല. ഇനി ഐഫോൺ അല്ല ഏത് ഫോൺ പോലീസിന്റെ കൊടുത്താലും അതിനകത്ത് ഡാറ്റ റിട്രീവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഇന്നുണ്ട്. പിന്നെ വീഡിയോ CCTV ദൃശ്യങ്ങളെല്ലാം കോടതി പിന്നെ SIT പരിശോധിച്ച് വരികയും ചെയ്യും. എന്ന് വെച്ചാൽ പൂർണ്ണമായും പൂട്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതൊരിക്കലും ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും രാഷ്ട്രീയ പ്രേരിതമെന്ന് അവകാശപ്പെട്ടുകൊണ്ട്
രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയുന്ന ഒരു മുദ്ര കൊടുത്തുകൊണ്ട് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇനിയും തന്നെയുമല്ല, ഇനി ഇവന്റെ കള്ളക്കളിയിൽ ഇവന്റെ ലാപ്ടോപ്പിനകത്ത് ഇനി ഏതെങ്കിലും രാഷ്ട്രീയക്കാരെ കൊടുക്കാനുള്ള വകുപ്പുണ്ടോ എന്ന് കൂടെ അന്വേഷിക്കണം. അതായത് കെ സി വേണുഗോപാലിനെയും വി ഡി സതീശനെയും അതോടൊപ്പം തന്നെ അങ്ങനെ മറ്റ് പല നേതാക്കന്മാരെയും കൊടുക്കാനുള്ള വകുപ്പുകൾ കൂടി ഇവന്റെ കയ്യിലുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ അന്വേഷിക്കണം. അതുകൊണ്ടാണ് നേരത്തെ ടി സിദ്ദിഖ് അന്ന് ഈ സമ്മർ ക്യാമ്പിൽ പോയിട്ട്, അതായത് ഇവിടെ ഡെസർട്ട് ക്യാമ്പിൽ പങ്കെടുക്കുന്ന വെള്ളം അടിച്ചുകൊണ്ട് പാട്ട് പാടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ആ ദൃശ്യങ്ങൾ ഇങ്ങനെ പുറത്തു വന്ന് അന്ന് ടി സിദ്ദിഖ് നല്ല വോഡ്ക അടിക്കുന്ന ഒരാളാണ്, നന്നായി മദ്യപിക്കുന്ന ഒരാളാണ് എന്നുള്ളൊരു ഖ്യാതി നമ്മുടെ കേരളം ഒട്ടുക്ക് പടരുകയും ചെയ്തു. ഇനി ഈ വെള്ളവടി മാത്രമാണോ, ഇനി അതിനപ്പുറത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചിലപ്പോൾ ഈ ലാപ്ടോപ്പ് പരിശോധിക്കാൻ മനസ്സിലാവും. ടി സിദ്ദിഖിനെതിരായി വേറെ എന്തെങ്കിലും തെളിവുകൾ ഇവന്റെ പക്കലുണ്ടോ എന്നുള്ള കാര്യം ചിലപ്പോൾ ലാപ്ടോപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിശോധിക്കാൻ കിട്ടുമായിരിക്കും. ഞാൻ എന്റെ ഒരു ഊഹം പറഞ്ഞതാണ്, പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടാവണമെന്നില്ല. അപ്പം ഇങ്ങനെ തുടങ്ങിയൊരു കാര്യമുണ്ട്. പിന്നെ ഈ സൈബർ കൊങ്ങികൾ ഭയങ്കരമായി ഇവനെ അങ്ങ് വെളുപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇതിന്റെ ഒരു അക്രമം വേറൊരു തലത്തിലേക്ക് നീങ്ങുന്നുണ്ട്. പി സരിൻ അദ്ദേഹത്തിന്റെ ഭാര്യക്കെതിരായി പോലും, പി സരിന്റെ ഭാര്യക്കെതിരായി പോലും ആ രീതിയിലുള്ള കടുത്ത, ഇപ്പം സൗമ്യ സരിൻ തന്നെ അവരുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ അവരുടെ ഫേസ്ബുക്കിന്റെ വാളിൽ കിടപ്പുണ്ട് സൗമ്യ സരിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. കാര്യം ഇയാളുമായി ഈ പറയുന്ന വിദേശത്തുള്ള ഒരു ഡോക്ടറെ കൊണ്ടുള്ള ബന്ധം ഈ സൗമ്യ സരനാണ് എന്നുള്ള തരത്തിൽ ഇന്ന് കൊങ്ങികൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് സ്ക്രീൻഷോട്ട് അടക്കം ഈ പറയുന്ന സൗമ്യ സരൻ ഇന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ പോലും ഇവിടെ ഓരോരുത്തരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുകയും അവരെ ഇല്ലായ്മ ചെയ്യുകയും അല്ലെങ്കിൽ അവരെ പോലും ഇങ്ങനെ അതിജീവിതമാരാക്കുന്ന, കൃത്രിമ അതിജീവിതമാരാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവന്റെ ഈ സൈബർ പട. ഇതിനെല്ലാം പിടിവീഴണമെന്നേ. സൗമ്യ സരിനോ അല്ലെങ്കിൽ ഈ പറയുന്ന പി സരിനോ ഇവരടക്കമുള്ള ഇവിടുത്തെ സ്ത്രീകൾക്ക് എന്താ ഒരു സുരക്ഷിതത്വം ഇല്ലാത്ത, അവരുടെ മാനത്തിന് വില പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവരായി ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ്സുകാർ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിന്റെ ഉദാത്ത ഉദാഹരണമാണ്. ഇന്ന് സൗമ്യ സരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് വെച്ച് പരിശോധിക്കാൻ നമുക്ക് മനസ്സിലാവും. അതിനകത്ത് അവർ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വളരെ വസ്തുനിഷ്ഠമാണെന്ന് നമുക്ക് തോന്നിപ്പോവും. അപ്പം പ്രതികരിക്കുന്നവർക്കെതിരെ അവരുടെ വീട്ടിൽ കുടുംബത്തിരിക്കുന്ന സ്ത്രീകൾക്കെതിരെ പോലും ആക്രമിക്കാൻ, അത് കെ സി വേണുഗോപാലിന് അറിയാമല്ലോ. കെ സി വേണുഗോപാലിന്റെ ഭാര്യക്കെതിരായി പോലും, കെ സി വേണുഗോപാലിന്റെ ഭാര്യ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അവർക്ക് പോസ്റ്റ് പിൻവലിച്ച് മുങ്ങേണ്ടി വന്നു. കാര്യം അത്രത്തോളം സൈബർ അതിക്രമമാണ്. കാരണം ഇപ്പുറത്ത് ഈ നിൽക്കുന്ന ഇതുപോലെ ശ്രീനാദേവിയെ പോലുള്ളവരല്ലേ. അതെ, അപ്പൊ അത്രയ്ക്ക് ശക്തമായ ഒരു സൈബർ അതിക്രമമാണ് ശരിക്കും കെ സി വേണുഗോപാലിന്റെ ഭാര്യയ്ക്ക് പോലും നേരിടേണ്ടി വന്നത്. അപ്പൊ ഇവരുടെ ആ ഒരു സ്ട്രെങ്ത് എത്രത്തോളം ആണെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം ശ്രീനാദേവി കുഞ്ഞമ്മ അടക്കമുള്ളവർ ഇതിന്റെ പിന്നാലെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ പറയുന്ന ഇനിയിപ്പോ ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് മുന്നോട്ടുള്ള യാത്രയുണ്ട്. ഇനിയും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്, അവിടെ ഒരു നോട്ടമുണ്ട്. അപ്പം ആറന്മുളയിൽ തന്നെ മത്സരിക്കാൻ ചിലപ്പോൾ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിലും, ഇനി അല്ലെങ്കിൽ അടൂര് മത്സരിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലും അതൊക്കെ നടപ്പിലാവണ്ടേ. അപ്പൊ അതിനുവേണ്ടി പിന്നെ കാര്യം ഈ ശ്രീനാഥ് കുഞ്ഞ് വിചാരിച്ചു വെച്ചിരിക്കുന്ന അടൂരുകാരനാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പൊ അടൂര് മണ്ഡലം തന്നെ കിട്ടും. തന്നെയല്ല ചിറ്റയം ഗോപകുമാർ സ്ത്രീ വിരുദ്ധനായല്ലോ. ചിറ്റയം ഗോപകുമാർ എന്ന് പറയുന്ന ഏറ്റവും വലിയ സ്ത്രീ വിരുദ്ധനായി ശ്രീനാദേവി കുഞ്ഞ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ശ്രീനാദേവി കുഞ്ഞിയുടെ പ്രഖ്യാപനമാണത്. അപ്പൊ അതുകൊണ്ട് ഇനി എവിടെ കിട്ടുകാലോ എന്നൊക്കെ പറയുന്ന ഒരു തോട്ടുണ്ടല്ലോ. ഇത്തരം തോട്ടുകളാണ് ഇവരെ നയിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ ചുറ്റിപ്പറ്റി നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പുകഴ്ത്തി പറഞ്ഞു കഴിഞ്ഞാൽ അടൂര് പോലെ ഒരിടത്ത് സീറ്റ് കിട്ടും എന്നുള്ള വിശ്വാസവും ഇവർക്കുണ്ട്. അപ്പൊ ഇങ്ങനെ തുടങ്ങിയ ഒരു പൊളിറ്റിക്കൽ ഗെയിമിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഈ ശ്രീനാദേവി കുഞ്ഞമ്മ കിടന്ന് കളിക്കുന്നത്. അപ്പൊ ചിറ്റയം ഗോപകുമാറിനെതിരെ പറയുക, APJN അതിനെ പറയുന്ന പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന് APJനെതിരായി കൊണ്ടുവരിക. അപ്പൊ ഇങ്ങനെ തുടങ്ങി വല്ലാത്ത എന്താ പറയാ, ഈ അഴിമതി നടത്തുന്നവരെയും സ്ത്രീ പീഡകന്മാരെയും വെള്ളപൂശി കാണിക്കുക, അതിജീവിതമാരെ കുറ്റം പറയുക, ഇതൊക്കെയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ ഇപ്പൊ ഹോബിയായിട്ട് കണ്ടെത്തിയിരിക്കുന്നത്. അത് പിന്നെ ഈ ചന്ദനം ചാരിയ ചന്ദനം മണക്കും, ചാണകം ചാരിയ ചാണകം മണക്കും. അതിന്റെ കുഴപ്പമാണ്. അതിനി ഉണ്ടാവുകയും ചെയ്യും.